തുടങ്ങി. ഇവർക്ക് തന്നെ ഒരു ഐക്യമില്ല. ഇവർക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരവും അധികാരമോഹമാണ്. നല്ല രീതിയിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ 5, 10, 15 വർഷമൊക്കെ ഭരിച്ചു പോവാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ജനങ്ങൾ പടിയിറക്കിയതുപോലെ തന്നെ നിങ്ങളെയും നാളെ പടിയിറക്കും. ഞാൻ പരാജയപ്പെട്ടാൽ കിഡ്സൺ കോർണർ തൊട്ട് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ വരെ ഞാൻ മൊട്ടയടിച്ചിട്ട് കാതിൽ 2 കമ്മലിട്ട് നടക്കാം. മൊട്ടയടിച്ച് കാതിൽ 2 കമ്മലുമിട്ട് കിഡ്സൺ കോർണറിൽ നിന്ന് ആരംഭിച്ച് മിഠായി തെരുവിലൂടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വരെ. ഇനിയിപ്പോ എന്താ ചെയ്യും? മൊട്ടയടിക്കുവോ? ഇങ്ങനെ പോവോ? ഇല്ല, അത് മാറ്റി പറഞ്ഞു ഓൾറെഡി. ജയിച്ചാൽ ആ രാത്രി ഞാൻ ഉറങ്ങില്ല. ഇനിയിപ്പോ എത്ര വേണമെങ്കിലും കിടന്ന് ഉറങ്ങാലോ. അവിടുത്തെ ജനങ്ങൾക്ക് മനസാക്ഷി ഉള്ളവരാണ് കേട്ടോ. ഇത് കേട്ടിട്ടാണോ ഇനി അറിയില്ല, പാവത്തിന്റെ ഉറക്കം പോകുന്ന വെച്ചിട്ടായിരിക്കും. ഇനിയിപ്പോ കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് അവരും വിചാരിച്ചു കാണും. ചക്കയുടെ കാര്യത്തിൽ തീരുമാനമായി. ചക്ക മത്സരിച്ച എല്ലാ മണ്ഡലങ്ങളിലും ചക്ക കുരു പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ചക്ക തന്നെയാണ് താമര തന്നെയാണ് ചക്ക. തോറ്റ് തറ പറ്റി നിൽക്കുന്നവരെ പിന്നെ പറഞ്ഞ് കളിയാക്കേണ്ട കാര്യമില്ല. അത് തോക്കുന്ന ആദ്യം അറിയാണ്ട് പിന്നെ CPM-ന്റെ അടിപതറലിലൂടെ വലിയ തകർച്ചയിലൂടെ ആ തകർച്ചക്കാലത്ത് CPM-നെ നയിച്ച നേതാവ് ഏറ്റുവാങ്ങിക്കൊണ്ട് അദ്ദേഹം കർമ്മണത്ത് അബ്ദുൾ റഷീദ് എന്ന ഒരു യുവ നേതാവിനോട് മുട്ട് വിറച്ചു നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നാം കാണുന്നത്. അടുത്ത ആളുകളിൽ പിണറായി വിജയന് ലീഡ് തിരിച്ചു പിടിക്കാൻ കഴിയുമോ, ജയിക്കാൻ കഴിയുമോ എന്നത് പ്രധാനപ്പെട്ട. എന്താ സ്നേഹം! ഈ സ്നേഹമൊക്കെ അങ്ങോട്ടും കണ്ടാ മതിയേരുന്ന്.